ലോക സാമ്പത്തിക ക്രമം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ലോകത്തിന്റെ ഫാക്ടറി എന്ന ചൈനയുടെ പദവി ഇനി അധിക നാൾ വാഴില്ലെന്നാണ് സൂചനകൾ. ആഗോള വിതരണ ശൃംഖലയിൽ നിന്ന് ചൈനയെ മാറ്റി നിർത്താൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളിൽ ഇന്ത്യയാണ് ഇപ്പോൾ മുൻനിരയിലുള്ളത്. US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രിയുടെ ഏറ്റവും പുതിയ വാക്കുകൾ കേട്ടാൽ ആർക്കും അത് മനസ്സിലാകും. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? ഇന്ത്യക്ക് മുന്നിലുള്ള ആ വലിയ അവസരം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ചൈന കേന്ദ്രീകൃതമായ ആഗോള വിതരണ ശൃംഖലകളിൽ നിന്ന് ലോകരാജ്യങ്ങൾ അകലം പാലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്നാൽ ഇപ്പോൾ ഈ മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ചില നിർണായക നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രിയുടെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് തങ്ങളുടെ ഉൽപാദന കേന്ദ്രങ്ങൾ മാറ്റാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വെറും ഒരു അഭ്യൂഹമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയെ കേവലം ഒരു വിപണിയായി മാത്രമല്ല, ചൈനയ്ക്ക് പകരമായി നിൽക്കാൻ ശേഷിയുള്ള ഒരു വൻകിട നിർമ്മാണ കേന്ദ്രമായിട്ടാണ് വാഷിംഗ്ടൺ ഇപ്പോൾ കാണുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഗീർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് വിപുലമായ നിർമ്മാണ ശേഷിയുണ്ടെന്നും അവിടുത്തെ വലിയ തൊഴിൽ സേന അമേരിക്കൻ കമ്പനികൾക്ക് മികച്ചൊരു അവസരമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. എങ്കിലും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമേ ഈ നീക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ഒരു വേ സ്റ്റേഷൻ അഥവാ ചൈനയിൽ നിന്നുള്ള മാറ്റത്തിന്റെ ഒരു സുപ്രധാന ഇടത്താവളമായി പ്രവർത്തിക്കാൻ പ്രാപ്തമാണെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പക്ഷം. ഈ വേ സ്റ്റേഷൻ പരാമർശം ഇന്ത്യയുടെ ആഗോള ഉൽപാദന പദവിക്ക് പുതിയ മാനങ്ങൾ നൽകുകയാണിപ്പോൾ. അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് വിശ്വസിച്ച് ചേക്കേറാൻ പറ്റിയ ഒരിടമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് ചുരുക്കം. ഈ വലിയ മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ചൈനയുമായുള്ള അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്വാരസ്യങ്ങളാണ്. രണ്ട്, ഇന്ത്യ സമീപകാലത്ത് കൈവരിച്ച അടിസ്ഥാന സൗകര്യ വികസനവും നയപരമായ സുതാര്യതയും. ഇനി ഡീകപ്ലിംഗ് എന്ന വാക്കിലൂടെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ചൈനയുമായുള്ള അമിത ആശ്രിതത്വം ഒഴിവാക്കുക എന്നതാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം പഠിച്ച വലിയൊരു പാഠം എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ ഇടരുത് എന്നാണ്. അതായത് ഉൽപാദനത്തിനായി ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ആപത്താണെന്ന തിരിച്ചറിവ് അമേരിക്കൻ കമ്പനികളെ പുതിയ തീരങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചു. ആ ഒരു അന്വേഷണം സ്വാഭാവികമായും ചെന്നെത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ ഈ ഒരു അനുകൂല സാഹചര്യം പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവീസ് ടാക്സ് പരിഷ്കരണങ്ങളും അതുപോലെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള നീക്കങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികളെ ബാധിച്ചിരുന്ന പല നികുതി നിയമങ്ങളും ഇന്ത്യ ലഘൂകരിച്ചു കഴിഞ്ഞു. ആ ഒരു അന്വേഷണം സ്വാഭാവികമായും ചെന്നെത്തി നിന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ ഈ ഒരു അനുകൂല സാഹചര്യം പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവീസ് ടാക്സ് പരിഷ്കരണങ്ങളും ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള നീക്കങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികളെ ബാധിച്ചിരുന്ന പല നികുതി നിയമങ്ങളും ഇന്ത്യ ലഘൂകരിച്ചു കഴിഞ്ഞു. 2025 ഫെബ്രുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റും ചേർന്ന് ആരംഭിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ ഇതിന് വലിയൊരു അടിത്തറയിട്ടു. ഇതിന്റെ തുടർച്ചയായി 2026 ഫെബ്രുവരിയിൽ ഒരു ഇന്ററിം ട്രേഡ് ഫ്രെയിംവർക്ക്, അതായത് ഒരു ഇടക്കാല വ്യാപാര ചട്ടക്കൂട് നിലവിൽ വന്നു. ഇതിലൂടെ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചു. പകരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കും. ഏകദേശം $500 ബില്യൺ ഊർജ്ജ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനും ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വ്യാപാര ഇടപാടുകൾക്ക് വലിയ വാതിലുകളാണ് തുറന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരമാണ്. ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകുന്നതോടെ രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ഒഴുകുകയും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ചൈന വർഷങ്ങളായി അനുഭവിച്ചിരുന്ന ലോകത്തിന്റെ ഫാക്ടറി എന്ന പദവിയിലേക്ക് ഇന്ത്യ പതിയെ ചുവടുവയ്ക്കുകയാണ്. ആപ്പിൾ പോലുള്ള മുൻനിര അമേരിക്കൻ കമ്പനികൾ ഇതിനോടകം തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു മാറ്റത്തിന്റെ പ്രായോഗിക തെളിവ് തന്നെയാണ്. 2026 ഫോൾഡബിൾ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ആപ്പിളിന്റെ നീക്കമൊക്കെ. ഇത് വെറും തുടക്കം മാത്രമാണ്. കേവലം കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ നിർമ്മിക്കുക എന്നതിലുപരി വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയെ അമേരിക്ക കാണുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാറ്റം അത്ര എളുപ്പമാകില്ല എന്ന വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചുവപ്പ് നാടകളും അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോഴും പൂർണ്ണമായും നീങ്ങിയിട്ടില്ലെന്ന് ചില നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയിലെ അത്യാധുനികമായ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. ജാമിസൺ ഗീർ തന്റെ പ്രസ്താവനയിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ സന്തുലിതവും നീതിയുക്തവും ആയിരിക്കണം.
അമേരിക്കൻ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വാഷിംഗ്ടൺ തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിർമ്മാണ നിലവാരവും സുതാര്യതയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാലത്ത് സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ മാത്രം കേന്ദ്രമായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഹാർഡ്വെയർ നിർമ്മാണത്തിലേക്കും സെമി കണ്ടക്ടർ മേഖലയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കയെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ സഖ്യകക്ഷികൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ സാമ്പത്തിക ഐക്യം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ നൽകുമെന്നതിൽ തർക്കമില്ല. ചൈനയെ ഒറ്റപ്പെടുത്തുക എന്നതിലുപരി കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ ഒരു ആഗോള വിപണി സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിൽ ഇന്ത്യക്ക് വഹിക്കാനുള്ളത് ഒരു നിർണായക സഹായിയുടെ വേഷം മാത്രമല്ല, മറിച്ച് ഒരു തുല്യ പങ്കാളിയുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്ര ഈ വ്യാപാര ചർച്ചകളുടെ വിജയത്തെ കൂടി ആശ്രയിച്ചിരിക്കും. വരും വർഷങ്ങളിൽ കൂടുതൽ അമേരിക്കൻ ബ്രാൻഡുകൾ തങ്ങളുടെ വിതരണ ശൃംഖലയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിലേക്ക് മാറ്റുന്നത് നാം കാണാനിടയുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിവരയ്ക്കുകയും രാജ്യത്തെ വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന കാലം വലിയ മാറ്റങ്ങളുടേതാണ്. ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യ ഒരു സുപ്രധാന ശക്തിയായി മാറുന്ന ഈ ഒരു അവസരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും സഹകരണവും കൂടുതൽ ദൃഢമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ കരുത്തായ യുവജനത്തെയും നിർമ്മാണ മേഖലയും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ 21ാം നൂറ്റാണ്ടിലെ ആഗോള സാമ്പത്തിക ക്രമം ഇന്ത്യയുടെ കൂടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: ലോകത്തിന്റെ ഫാക്ടറി എന്ന ലേബൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറുന്നത് വെറും ഒരു സാമ്പത്തിക വാർത്തയല്ല, അതൊരു ചരിത്രമാണ്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യ വെറും ഒരു ഇടത്താവളം, വേ സ്റ്റേഷൻ മാത്രമാകുമോ അതോ സ്ഥിരമായ ഒരു ആസ്ഥാനമാകുമോ എന്നത് വരും വർഷങ്ങളിൽ കണ്ടറിയാം. ഇന്ത്യയുടെ യുവശക്തിയും സാങ്കേതിക മികവും ഒത്തുചേർന്നാൽ 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാകുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.